പിണറായി വിജയന്റെ ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന പരാതി കേസെടുക്കാതെ അന്വേഷിക്കാൻ നിർദ്ദേശം. റെയിൽവേ എസ്പിക്കാണ് അന്വേഷണ ചുമതല. മർദ്ദനം നടന്നില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട്. ഗതാഗത തടസ്സമുണ്ടാക്കിയത് ചോദ്യം ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. പരാതി അടിസ്ഥാനരഹിതമെന്ന് റെയിൽവേ പോലീസും റിപ്പോർട്ട് നൽകിയിരുന്നു. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇങ്ങനൊരു ആരോപണമുണ്ടാകുന്നു, എന്നാൽ മർദ്ദനം നടന്നിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ പോലീസും പറയുന്നത്. വിവരങ്ങൾ എന്ത്? മാധു, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ കൊണ്ടുവിടാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. അങ്ങനെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോൾ ഈ VVIP വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് പിണറായി വിജയൻ സഞ്ചരിച്ച AKG സെന്ററിലെ ആ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് എത്തിയതും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചതും എന്നുള്ളതാണ് ഡ്രൈവർ PK അനൂപ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ റെയിൽവേ പോലീസും സിറ്റി പോലീസും ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അവർ പറയുന്നത് മർദ്ദനം ഉണ്ടായിട്ടില്ല, പരാതി അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഗതാഗത കുരുക്കുണ്ടാക്കുകയായിരുന്നു ഈ കാർ. അത് ചോദ്യം ചെയ്യുക മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എന്നുള്ളതാണ് അവർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പരാതി ലഭിച്ച സ്ഥിതിക്ക് സംസ്ഥാന പോലീസ് മേധാവി ഇതിൽ അന്വേഷണം നടത്താൻ വേണ്ടി റെയിൽവേ പോലീസ് SPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കേസെടുക്കേണ്ട ആവശ്യം നിലവിലില്ല. അതൊരു പ്രാഥമിക അന്വേഷണം നടത്തി അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തിയാൽ CCTV അടക്കം പരിശോധിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ഒരേപോലെയാണ്, സമാനമായിട്ട് തന്നെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള മർദ്ദനവും ആ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല, മാത്രമല്ല പിടിച്ച് തള്ളുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ മർദ്ദനമുണ്ടായി, അസഭ്യം പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ചു തള്ളി അടക്കം ചെയ്തു എന്നുള്ളതാണ് അനൂപ് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. AK സെന്ററിലെ ഡ്രൈവറാണ് അനൂപ്. പിണറായി വിജയന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് ഈ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായെന്നുള്ളതാണ് അനൂപ് എന്തായാലും പരാതിയിൽ പറയുന്നത്. ആ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.